റബ്ബിന്റെ പൊരുത്തവും ഏറ്റവും വലുതാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം നിലകൊള്ളുന്നത് എങ്കിൽ റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന ഒരു അമലാണ് സ്വന്തം കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, നാമും നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത ഒരു മകൻ ഏറ്റവും സാലിഹായ, നല്ല ദീനിബോധമുള്ള, നിസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കുകയും സക്കാത്ത് കൊടുക്കുകയും സക്കാത്ത് കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയ ഒരു മകനെ അള്ളാഹു കൊടുത്തു. ദുആഇന്റെ വലിപ്പാണ്. വാപ്പയാകുന്ന ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോൾ അള്ളാഹു സാലിഹായ കുഞ്ഞിനെ നൽകി. ഞാൻ ചോദിക്കട്ടെ, തിരുനക്കര പുത്തമ്പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി എൻ്റെ മകൻ സാലിഹാകണേ എന്ന് ഇതുവരെ ദുആ ചെയ്തിട്ടുണ്ടോ? ഈ കാലം അത്രയും എൻ്റെ മകനെ അള്ളാഹു നീ സാലിഹാക്കിത്ത അല്ലാ. 5 വഖത്ത് നിസ്കരിക്കും നമ്മൾ ഓരോരുത്തരും, അല്ലേ? അതിന്റെ റവാത്തിബ് സുന്നത്തുകളും ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും റമദാനിലൊക്കെ തഹജ്ജുദും ശ്രദ്ധിച്ചവരാൻ, വിത്ർ വരെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളാ. പക്ഷെ നമ്മുടെ മക്കളെ സാലിഹാക്കിത്ത അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാൻ മറന്നുപോയി സഹോദരങ്ങളെ, മറന്നുപോയി. സത്യത്തിൽ അത് ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാത്തത് കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ പിഴപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളായി, കള്ളിനും കഞ്ചാവിനും ലഹരിക്ക് അടിമപ്പെട്ട മക്കളായി നമ്മുടെ മക്കൾ മാറി. കാരണം എന്തുകൊണ്ട്? വാപ്പയുടെ തേട്ടമില്ല, ഉമ്മയുടെ പ്രാർത്ഥനയില്ല, ദുആ ഇല്ല. നിസ്കരിച്ചിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്ന നവസമൂഹമായി വാപ്പ മാറി, ഉമ്മ മാറി. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളെ ശ്രദ്ധിക്കാതെ പോയി. ആദരമായ പ്രവാചകരോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദുആ ഏതാണ്? അയ്യു ദുആഇ അസ്മഉ, അല്ലാഹു ഏറ്റവും കൂടുതൽ ഉത്തരം ചെയ്യാൻ ചാൻസ് ഉള്ള, റബ്ബി ഏറ്റവും കൂടുതൽ കേട്ടാൽ ഉത്തരം കിട്ടുന്ന ദുആ ഏതാണ്? ഏത് സമയത്ത് ദുആ ചെയ്താലാണ് ഉത്തരം കിട്ടുക? നല്ല ചോദ്യം. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഅദ സ്വലാത്തിൽ മഫ്റൂള, ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ അല്ലാഹു തട്ടുകയില്ല. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒന്ന് ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പാണ്, ദുആ ഉറപ്പാണ്. നമ്മൾ തഹവ്വുദ് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ചാടി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതിന് വില കൽപ്പിക്കാത്ത സമൂഹമായി നമ്മൾ മാറി. ഉസ്താദ് ദുആ ചെയ്യുന്നത് ആർക്കാ? ഈ സമൂഹത്തിന്, ഈ നാടിന്, ഇവിടെയുള്ള കച്ചവടക്കാർക്ക്, ഈ നാട്ടിലുള്ളതാകുന്ന ആളുകൾക്ക് സമുന്നതമാകുന്ന ജീവിത ചുറ്റുപാടുകൾ ഉണ്ടാവാൻ വേണ്ടി, കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി, ജീവിത ഐശ്വര്യത്തിന് വേണ്ടി, മക്കൾ സാലിഹീങ്ങളായി തീരുന്നതിന് വേണ്ടി, സാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് വിജയിക്കുന്നതിന് വേണ്ടി, പാരത്രിക ലോകം വിജയക്കൊടി പാറിക്കുന്നതിന് വേണ്ടി, ഭാര്യ സാലിഹത്താകാൻ വേണ്ടി, ഇങ്ങനെയുള്ള ഖൈറുകൾ ചോദിക്കുമ്പോ നമ്മൾ അതിന് കൃത്യമായി ആമീൻ പറയാനില്ല സഹോദരങ്ങളെ. നമ്മൾ എവിടെയോ പോയി കഴിഞ്ഞു അല്ലേ ചോദിക്കുന്നത്? നിസ്കാരം കഴിഞ്ഞു ദ്വാരക്കരല്ലേ ഉസ്താദ്? എന്ത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആആണ്, പ്രാർത്ഥനയാണ്. റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആ അടിമകളുടെ ലക്ഷണം എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് കൺകുളിർമയാകുന്ന സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. കൺകുളിർമയാകുന്ന സാലിഹത്തായ ഇണയെ നൽകണേ അല്ലാ. ചോദിക്കേണ്ട ദുആആണ്, ചോദിക്കേണ്ട പ്രാർത്ഥനയാ. നിസ്കാരം കഴിഞ്ഞ ഖതീബ് ഉസ്താദ് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എവിടെയാണ് വാപ്പ ആമീൻ പറയാ നീയില്ല,
ചെറുപ്പക്കാരാ ആമീൻ പറയാൻ നീ ഇല്ല. ഈ ദുആ കാണാതെ പഠിച്ചുകൊണ്ട് ഓതാൻ ഇന്നത്തെ ഉമ്മമാരും ഇല്ല. ഏതാണ് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കണ്ണിന് കുളിർമയുള്ള, നമ്മൾ സാധാരണ പറയാറുണ്ട് മലയാളത്തിൽ, അത് ഈ അറബി വാക്കിൽ നിന്ന് എടുത്തിട്ടാണ്. ഖുർറത അയുൻ, കൺകുളിർമയാകുന്ന സാലിഹീങ്ങളായ മക്കളെ, ഇണകളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നമ്മൾ ദ്വാരക്കേണ്ട ദുആ ആണ് ഇത്. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയാനില്ല. 5 വഖത്തിലും ദുആ ചെയ്യുന്ന ദുആകളാണ് ഇതൊക്കെ. ഖുർആൻ പഠിപ്പിച്ച വാരിദായ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ്. നമ്മൾ ഇന്ന് സുന്നികളായ നമുക്ക് തന്നെ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റെന്താ? നബിദിനം ആഘോഷിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന, നമസ്കാരങ്ങളെ ചിട്ടവെക്കുന്ന, ദീനീബോധമുള്ള അഹ്ലുസുന്നയുടെ പ്രവർത്തകരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്, നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ ദുആകളെ തൃണവൽഗണിച്ചു എന്നുള്ളതാണ്. ഏത് ദുആ? ഖുർആനിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശ്രേഷ്ഠമായ വാരിദായ ദുആകൾക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നില്ല ഇന്നത്തെ തലമുറ. ഉദാഹരണം, നമ്മൾ പള്ളിയിലെത്തി, അപ്പൊ ഉസ്താദ് നിസ്കാരത്തിന് ശേഷം ഈ ദുആ ആയിരുന്നു, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ ദുആ, ഇതൊക്കെ ഖുർആനിലെ ദുആ ആണ്. ഇത് മാത്രമല്ല, ഒരുപാട് ദുആകൾ ഖുർആനിലുണ്ട്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്തില്ല എങ്കിൽ, നീ പുറത്തു നൽകിയില്ല എങ്കിൽ ഞങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പ്രഥമ മനുഷ്യനല്ലേ, പ്രവാചകനല്ലേ, നമ്മുടെയൊക്കെ ഉപ്പയല്ലേ, പ്രിയപ്പെട്ട പിതാവല്ലേ, ആ വാപ്പ ചെയ്ത പ്രാർത്ഥനയല്ലേ ഇന്നത്തെ തലമുറ ഈ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്നവരായി മാറിയില്ലേ? ഈ പ്രാർത്ഥനകളെ പരിപൂർണമായി തൃണവൽഗണിച്ചില്ലേ? നമുക്ക് ഈ പ്രാർത്ഥനയെ കേൾക്കുമ്പോ ഇതൊക്കെ പഴയ മുസ്ലിയാരാണ്, അല്ല മോഡൽ ദുആ വരട്ടെ, അങ്ങനെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ആര് ദുആ ഇരുന്നതാ? സയ്യിദുന ആദം അലൈഹിസ്സലാം. നമ്മുടെ വാപ്പ വല്ലുപ്പ ദുആ ഇരുന്ന, പ്രവാചകൻ ദുആ ചെയ്ത. ഈ ദുആ ചെയ്തിട്ടാണ് മൂപ്പര് രക്ഷപ്പെട്ടത്. അദ്ദേഹം രക്ഷപ്പെട്ടത് ഈ ദുആ ചെയ്തിട്ടാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ പദവി ഉയർത്തി കൊടുത്തത്, സംശുദ്ധമായ നിലയിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയത് ഈ ദുആ ചെയ്തിട്ടാണ്. നമ്മളോ ഈ ഉമ്മത്ത് ആ ദുആഇനെ മാറ്റിവെച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന വെളിച്ചം അത് പണഞ്ഞു പോകാതെ, അത് പരിപൂർണമായി ഒഴിഞ്ഞു പോകാതെ, ഞങ്ങൾ നൂരിക്കളയാതെ ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയവനാണ്, ഞങ്ങളെ സന്മാർഗ ലബ്ധിയിലേക്ക് എത്തിച്ചവനാണ് അല്ലാ. ആ സന്മാർഗത്തെ, ഹിദായത്ത് എന്ന വെളിച്ചത്തെ നീ കെടുത്തിക്കളയരുത് റബ്ബേ. നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്ത പ്രാർത്ഥനയാണ്. ആരാണ് ശ്രദ്ധിക്കുന്നത് ഈ ദുആ? ഈ ദുആ ചെയ്യുന്നവർക്ക് യാതൊരു വിലയും കൊടുക്കാത്ത കാലഘട്ടം. ഇന്നത്തെ തലമുറ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ദുആ ചെയ്യുന്നവരെ ഗൗനിക്കുന്നുമില്ല. നമ്മൾ അപ്പോഴൊക്കെ നിസാരവൽക്കരിക്കാൻ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ് നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബിൻ മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്ന അണുമണി പ്രകാശമാണ് ഹിദായത്ത്. ഒരു ചെറിയ പ്രകാശാണ്, ഏത് സെക്കൻഡിലും അണഞ്ഞു പോകാം. അത് അണയാതിരിക്കാനാണ് ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം താഴത്തെ പള്ളിയിൽ വന്ന് 5 വഖത്ത് നമസ്കരിക്കുമ്പോഴും ഫാത്തിഹ സൂറത്ത് ഇമാമും മഅ്മൂമും ഓതൽ നിർബന്ധമാണ്. നമ്മുടെ ഷാഫി മദ്ഹബുകാര് ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. ഏത്? ഫാത്തിഹ സൂറത്ത്. മഅ്മൂം എന്ന് പറഞ്ഞാൽ ഇമാമിനോടൊപ്പം നേരത്തെ പിന്തുടർന്ന വ്യക്തി. മസ്ബൂക്ക് അല്ല. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തിത്തുടർന്നവൻ. മഅ്മൂം പിന്തുടർന്നവൻ, നേരത്തെ വന്ന ആളാണ് മഅ്മൂം.
നേരത്തെ വന്ന് തുടർന്നതാകുന്ന മഅ്മൂം ഓതണം, മഅ്മൂം ഓതണം, ഇമാം ഓതണം. രണ്ടുപേരും എന്തോതൽ നിർബന്ധമാ? ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. തറാവീഹ് നിസ്കാരത്തിൽ പോലും ശരിക്കും ശ്രദ്ധിക്കണേ, തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആര് ഓതണം? ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന നമ്മളും ഷാഫി മദ്ഹബ് പ്രകാരം ഫാത്തിഹ ഓതണം. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ് ശഫീഉന റസൂലുള്ളാഹി. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ. അപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ള നിസ്കാരത്തിൽ ആ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ആ ഫാത്തിഹ സൂറത്തിൽ 5 വഖത്ത് നമസ്കാരത്തിലൂടെ 17 റക്അത്തുള്ള ആ നമസ്കാരം, സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, എണ്ണി നോക്കിന് 17 റക്അത്താണ്. ഈ 17 റക്അത്തിലും എല്ലാ റക്അത്തിലും അള്ളാഹുവിനോട് നാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ എല്ലാ ദിവസവും അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒറ്റ ദുആയേ ഉള്ളൂ, അത് ഹിദായത്താണ്. ശരിക്കും മനസ്സിലാക്കണം. കാരണം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. 5 വഖത്ത് നിസ്കാരത്തിൽ എത്ര റക്അത്തുണ്ട്? 17 റക്അത്തുണ്ട്. ഈ 17 റക്അത്തുകളിലും എല്ലാ നിസ്കാരത്തിലും എന്തോതണം? ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ് ഏത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതുവാണ്. ഇതില്ലാതെ ഒരൊറ്റ ഫാത്തിഹയും ശരിയാവൂല. അതിൽപ്പെട്ട മെയിൻ ശ്രേഷ്ഠമായ ആയത്താണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന, ഉസ്താദുമാരൊക്കെ കോളേജുകളിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കാൻ പോകുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് തഫ്സീർ ബൈളാവി. അതിന്റെ യഥാർത്ഥ പേര് അൻവാറു തൻസീൽ വ അസ്റാർ തഅവീൽ എന്നാണ്. ആ തഫ്സീർ ബൈളാവിയുടെ തുടക്കത്തിൽ ഫാത്തിഹ സൂറത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഫാത്തിഹ സൂറത്തിന് ധാരാളം പേര് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു പേര് അദ്ദേഹം പറയുന്നു സൂറത്തു ദുആഇ. ഫാത്തിഹയ്ക്ക് എന്തുകൂടി പേരുണ്ട്? പ്രാർത്ഥനയുടെ സൂറത്ത് എന്ന് പേരുണ്ട്. അതുകൊണ്ടാണ് മദ്രസയൊക്കെ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നത്. അതൊക്കെ പഠിക്കണം ഈ ഉമ്മത്ത്. എന്തിനിപ്പോ ഫാത്തിഹ ഓതുന്നതെന്ന് ചിന്തിക്കും. മദ്രസ തുടങ്ങുമ്പോൾ ഒരു പ്രാരംഭ പ്രാർത്ഥന, അതുപോലെ മോമിനീങ്ങളുടെ ഒരു സദസ്സുണ്ടാകുമ്പോൾ ആദ്യം ഫാത്തിഹ വിളിക്കും. കാരണം എന്താ? പ്രാരംഭ പ്രാർത്ഥനയാണ്. സൂറത്തു ദുആഇ. ആ സൂറത്തിന് എന്തുകൂടി പേരുണ്ട്? പ്രാർത്ഥനാ സൂക്തം എന്നുകൂടി പേരുണ്ട്. മനസ്സിലാക്കി. അത് ആര് പറഞ്ഞതാണ്? ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതാണ്. ആ കിതാബോ അത് മഹത്തുക്കളാകുന്ന ഉസ്താദുമാർ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി കോളേജുകളിൽ പോകുമ്പോൾ അവിടെ ഓദിക്കുന്നതാകുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ് അൻവാറു തൻസീൽ വ അസ്റാർ തഅവീൽ. അതിന് അദ്ദേഹം സൂറത്തു ദുആഇ എന്ന പേര് കൊടുക്കാനുള്ള കാരണം അവിടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിൽ എന്തുണ്ട്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുണ്ട്. ഹിദായത്ത് ചോദിക്കലുണ്ട്. അപ്പൊ 5 നേരം 5 വഖത്ത് നിസ്കാരത്തിലൂടെ 17 പ്രാവശ്യം ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ ഉണ്ടെങ്കിൽ അതേതാണ്? ഹിദായത്താണ്. എപ്പോഴും നമ്മൾ അറിയാതെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും നാളായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണത് മനസ്സിലാക്കിയത്. ഇത് തന്നെയാണ് ഖുനൂത്ത് ഓതുമ്പോഴും ഷാഫി മദ്ഹബുകാർ 2 കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത്. രാവിലെ സുബഹിക്ക് ചോദിക്കാൻ ആദ്യം ചോദിക്കുന്നതാണ്, അല്ലാഹുവേ നീ സന്മാർഗം നൽകിയ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണേ അല്ലാഹ്. നിസ്സാര കാര്യമല്ല. ഏത് സെക്കൻഡിലും ഈമാൻ ഊരപ്പെട്ടു പോകാം. നമ്മുടെ മൈക്കേരൻ, അതെ, ആ മോണിറ്റർ ഇച്ചിരി ഇവിടെ ഒന്ന് മാറ്റി വെച്ച് ഫ്രണ്ടിലോട്ടുണ്ട് മോണിറ്റർ. അതിലിച്ചിരി ഒരു ഒളി നോക്കൂ നിങ്ങൾ. അപ്പൊ 5 വഖത്ത് നമസ്കാരത്തിലൂടെ 17 പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഹിദായത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. അത് നിലനിൽക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് നിസ്കാരത്തിന് ശേഷം. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ നീ സന്മാർഗം നൽകിയതിന് ശേഷം ഞങ്ങളെ നീ പിഴപ്പിക്കരുത്, അത് ഊരിക്കളയരുത് റഹ്മാനെ. അള്ളാഹുവിനോട് ചോദിക്കാൻ ആ ദുആ ചെയ്യുമ്പോൾ നമ്മളില്ല, നമ്മൾ ആബ്സെന്റാണ്. അത് തൊട്ടുമുമ്പ് ഒരു മുസല്ലയിലുണ്ടായിരുന്നു, ദുആ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് പോയി. അതൊക്കെ ഈ ഉമ്മത്ത് അറിയാത്തത് കൊണ്ടാണ്, ഈ ശ്രേഷ്ഠമായ ദുആഇന്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലാക്കി. അള്ളാഹു നമുക്ക് ആ ഹിദായത്ത് നിലനിർത്തുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അപ്പൊ സാലിഹായ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തേട്ടം അനിവാര്യമാണ്.
ആ തേട്ടത്തിലൂടെ അള്ളാഹു കിട്ടിയത്, അള്ളാഹു നൽകിയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന ഒരു സാലിഹായ ഒരു മകനെയാണ്. ഒന്നല്ല, നൽകിയിട്ടുള്ള എല്ലാ മക്കളും പ്രവാചകന്മാരാണ്. ഖുർആൻ ആയത്ത് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വീണ്ടും ഉറപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യമാകുന്ന സമയത്ത് പടച്ചറബിനോട് ചോദിച്ചപ്പോൾ സാലിഹായ പൊന്നുമോനെ നൽകണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചതാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാകുന്ന മകൻ സാലിഹായ മകനാണ്, സാലിഹായ മകനാണ്. ആദ്യമായി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നൽകുകയാണ്. തീർന്നില്ല. ശേഷം ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ നൽകുകയാണ്. ഇസ്ഹാഖ് എന്ന പൊന്നുമോനെ അള്ളാഹു നൽകിയില്ലയോ? ആ പ്രവാചകനായി ഇസ്ഹാഖിനെ അള്ളാഹു നിയോഗിച്ചില്ലയോ? വവഹബനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്. ഇസ്ഹാഖ് എന്ന മകന് ശേഷം ആ മകനിലൂടെ അള്ളാഹു യാക്കൂബ് എന്ന പൊന്നുമോനെ നൽകിയില്ലേ? ആ യാക്കൂബ് എന്ന മകനു ശേഷം പിന്നീട് ഇതാ യൂസുഫ് എന്ന മകനെയും അള്ളാഹു സമ്മാനിച്ചില്ലേ? ഇതൊക്കെ മക്കളാണ്. പരമ്പരകൾ മുഴുവൻ പ്രവാചകന്മാർ ആണ്. ഞാൻ പറഞ്ഞ നമ്മൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ഒറ്റ ദുആ മതി. സാലിഹായ ഒരു കുഞ്ഞിനെ താല്ലാന്ന് ശരിക്കും ദ്വാരക്ക, എപ്പോഴും ദ്വാരക്ക. കിട്ടിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ 2 പേരുണ്ട് 3 പേരുണ്ട്, ആയിക്കോട്ടെ. നമ്മൾ ദ്വാരക്ക അള്ളാഹു ഒരു സാലിഹായ ഒരു കുഞ്ഞിനെ താല്ല, ഉള്ള മക്കളെ സാലിഹീങ്ങളാക്കി താല്ല. അതിനാണ് നേരത്തെ പറഞ്ഞ ദുആ. ഏത്? നമുക്ക് നൽകിയ ഭാര്യയും നമുക്ക് നൽകിയിട്ടുള്ളതാകുന്ന മക്കളെയും അവരെ കൺകുളിർമയാക്കി കിട്ടാൻ ഇനി നമ്മൾ ദുആ ചെയ്യേണ്ടത് ഏതാ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മക്കളെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുആ ഇതാണ്. ലഭിക്കുന്നത് വരെ സാലിഹായ കുഞ്ഞിനെ താല്ലാ, സാലിഹായ മക്കളെ താല്ലാ, സാലിഹായ മക്കളെ താല്ലാ ചോദിച്ചുകൊണ്ടേയിരിക്കുക. 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ ഇതാ ചോദിക്കേണ്ടത്. ഖുർആന് ഖത്മ് തീർത്തിട്ട് ഇത് ചോദിക്കണം. സഹോദരിമാരെ ശ്രദ്ധിക്കൻ, വിശുദ്ധമായ ഖുർആൻ നീ ഗർഭം ധരിക്കുന്ന കാലയളവിൽ ഖത്മ് തീർത്തിരിക്കണം. പിന്നെന്തിനാ നീ മദ്രസയിൽ ഖുർആൻ പഠിച്ചത്? എന്റെ മകൻ ഖുർആൻ നല്ലതുപോലെ ഓതും ഉസ്താദേ. ചില രക്ഷിതാക്കൾ ഉസ്താദുമാരോട് പറയാറുള്ള സ്ഥിരം ഡയലോഗാണ്, എന്റെ മകൻ നല്ലതുപോലെ ഖുർആൻ ഓതും. അതുകൊണ്ട് എന്താ കാര്യം? ഓതുവെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, ഓതണം. ഖുർആനെ ഖത്മ് തീർക്കണം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. മക്കൾ ഖുർആൻ നല്ലതുപോലെ പാരായണ ശാസ്ത്രം സജീവീതനുസരിച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും ഖുർആൻ ഖത്മ് തീർക്കുകയും കറാത്ത് മറാത്ത് പല ആവർത്തികൾ ഖത്മ് തീർക്കുകയും ചെയ്യണം. അതിലാണ് കാര്യം. അത് ഓതിക്കൊണ്ടേയിരിക്കുക. അർത്ഥം അറിയില്ലെങ്കിലും ഓതിക്കൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നിപ്പോ ശാസ്ത്രലോകം തന്നെ നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നുണ്ടല്ലോ, പഠനം നടത്തിയിട്ട് പറയുന്നുണ്ടല്ലോ, ഗർഭസ്ഥ ശിശു കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നതാകുന്ന സന്ദർഭത്തിൽ തീർച്ചയായും മാതാവ് ചെയ്യുന്നത്, അമ്മ നടത്തുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അവരുടേതാകുന്ന ജീവിതഘട്ടങ്ങളിലുള്ള വ്യതകളും പ്രയാസങ്ങളും ഒക്കെ കുട്ടിയിൽ തീർച്ചയായും സ്വാധീനം ചെലുത്തും. കുട്ടിയിൽ അത് സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കട്ടെ. മറക്കപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ, നമ്മളുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം
ഗർഭം ധരിക്കുന്ന കാലയളവിൽ ഒരു ഖത്മെങ്കിലും നിർബന്ധമായും തീർത്തിരിക്കണം. ഒരു ഖത്മെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 9 മാസവും 10 ദിവസവും നീ ശുദ്ധിയുടെ ഘട്ടമാണ്. നിനക്ക് അശുദ്ധിയില്ല ആ സമയത്ത്. സാധാരണ ഒരു പെണ്ണിനെ പോലെ പ്രായപൂർത്തി എത്തിയതാകുന്ന തലം മുതൽ നിനക്ക് മാസതോറും ഒരാഴ്ച, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാകുന്ന അശുദ്ധിയുടെ ഘട്ടമുണ്ട് എങ്കിൽ നിനക്കിതാ കൃത്യമായി 9 മാസവും 10 ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തി തരുന്നു. നിനക്ക് ശുദ്ധിയുടെ ഘട്ടമാണ്. ഖുർആൻ ഓതാനുള്ള സമയമാണത്. മറ്റൊരു സമയത്തും അതുപോലെ കിട്ടുകയില്ല. മറ്റ് അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ ഖുർആൻ നിനക്ക് തൊടാൻ പാടില്ലായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ദിക്ർ ചെല്ലാം, ഖുർആൻ ഓതുന്നതിന് പകരം സ്വലാത്തുകൾ അധികരിപ്പിക്കാം. അശുദ്ധിയുടെ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വലാത്ത് അധികരിപ്പിക്കാം. ഇപ്പൊ ഒരു പെണ്ണിന് ഈ സമയത്ത് അശുദ്ധിയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് കൊണ്ട് ജീവിതം മുഖരിതമാകട്ടെ. സ്വലാത്ത് ഏത് സമയത്തും ചെല്ലാം, ഏത് സമയത്തും. ടോയ്ലറ്റിലല്ലാതെ മലമൂത്ര വിസർജനം നടത്തുന്ന വേള ഒഴിച്ച് മറ്റുള്ളതാകുന്ന ഏതെല്ലാം സമയങ്ങൾ അവന് കിട്ടുന്നുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഏതൊരു സഹോദരിക്കും അവരുടെ നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കാം, മദീനയിലെ രാജകുമാരനെ ഓർത്തുകൊണ്ടിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അതിൽ ജീവിതത്തിൽ വലിയ ഖൈറുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖുർആൻ ഖത്മ് തീർക്കാൻ സമയം കണ്ടെത്തണം. അതിനുള്ള സമയവും സന്ദർഭവുമാണത് ഗർഭധാരണ വേള. 9 മാസം 10 ദിവസം. എത്ര ഉമ്മമാരത് ഓതി ചിന്തിക്കൻ. ഓരോരുത്തരും ചിന്തിക്ക്. സഹോദരിമാർക്കൊരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടുതരികയാണ്. നമ്മൾ ഒരു ഖത്മ് ആ സമയത്ത് ഓതിയോ? അവിടെ വേദന, ഇവിടെ വേദന സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. വേദനകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിക്കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള സഹോദരിമാർ ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു സുഖപ്രസവം നസീബാക്കുമാറാവട്ടെ. ദുആ ചെയ്യൻ. എടോ, എല്ലാ വിഷമങ്ങളും വ്യതകളും പടച്ചറബിനോട് പറയിൻ. നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർക്കാൻ അള്ളാഹു റെഡിയാണ്. അള്ളാഹുലേക്കൊന്ന് കൈയുയർത്തി ദുആ ചെയ്യൻ. ഖുർആൻ ഖത്മ് തീർത്തിട്ട് ദുആരക്ക് അല്ലാഹുവേ, ഖുർആനിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഞാൻ ഈ ഓതിയ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ നീ സാലിഹാക്കി താ അല്ലാ. ആണാണോ പെണ്ണാണോ നിനക്കറിയാമുള്ളൂ. ആരായിരുന്നാലും ദീനിനും ഈ ദുനിയാവിനും ഇഹലോകത്തും നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ഗുണകാംക്ഷയാകുന്ന മക്കളായി എന്റെ മകനെ നീ പരിലസിപ്പിക്കണേ, എന്റെ കുട്ടിയെ നീ മാറ്റിത്തരണേ അല്ലാ. ദുആ ചെയ്യൻ സഹോദരങ്ങളെ. നമ്മളിൽ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? നമ്മൾ വാപ്പയും വേറൊരു വഴിക്ക്, ഉമ്മ വേറൊരു വഴിക്ക്. അവസാനം പ്രസവത്തിന് ഡേറ്റ് എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് അടുത്ത് നിൽക്കുന്ന ഭർത്താവ്, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കൃത്യമായി ഭാര്യയെ കൊണ്ട് ചെക്കപ്പ് നടത്തുക മാത്രമല്ല, ആ കുട്ടി അതിനപ്പുറം നമുക്ക് സാലിഹായി കിട്ടണം. വലിയ ഉത്തരവാദിത്തമാണത്, വലിയ ഉത്തരവാദിത്തമാണ്. അതിന് നിന്റെ ദുആ, വാപ്പയുടെയും ഉമ്മയുടെയും ദുആ നിർബന്ധമാണ്, ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. 5 വഖത്ത് നിസ്കാരം മസ്റ്റാണ്. നിസ്കാരം ഇല്ലാതെ ആരന്നിട്ടൊന്നും ഇല്ല, ഒരു ഫായിദയില്ല, ഒരു പ്രയോജനമില്ല. നമസ്കാരങ്ങൾ ചിട്ടവെക്കുകയും ഇബാദത്തുകൾ കണിശത വെക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം പ്രാർത്ഥന കൂടി നടത്തിൻ. ഉറപ്പാണ് അല്ലാഹു മക്കളെ സാലിഹാക്കി തരും. അങ്ങനെ ദുആ ചെയ്ത് നേടിയ വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം. അതുകൊണ്ടാണ് അദ്ദേഹം ചരിത്ര പുരുഷനായി മാറിയത്. ചരിത്രത്തിന്റെ ഏടുകളിൽ അദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യക്തിത്വവുമില്ല. മുത്തുനബിയോട് വരെ പറഞ്ഞു, വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഈ ഇബ്രാഹീമിന്റെ ചര്യയാണ് നബിയെ അണുവിട വ്യതിചലിക്കാതെ നിങ്ങളും പിന്തുടരേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരെ പറഞ്ഞു. കാരണം അദ്ദേഹത്തിൽ മാതൃകയുണ്ട്. മക്കളെ തേടുകയല്ല, സാലിഹായ കുഞ്ഞിനെ താ അല്ലാ എന്ന് പ്രായാധിക്യ സമയത്തിലും ദുആ ചെയ്തുകൂടി സയ്യിദനാ ഇബ്രാഹീം അലൈഹിസ്സലാം. അതൊരു പാഠമാണ്, ഇന്നത്തെ തലമുറയ്ക്കുള്ളൊരു പാഠമാണ്. നമ്മളൊന്നും അങ്ങനെ ദുആ ചെയ്തിട്ടേ ഇല്ല, ദുആ ചെയ്യാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. കുഞ്ഞുങ്ങളെ നിസാരമായിക്കൊണ്ട് അവസാനം അവർ വ്യതിചലിച്ചു പോകുമ്പോൾ കൈകടിക്കാൻ ഉസ്താദിനടുക്കൽ വെക്ക് ഓടിയാൻ, ഉസ്താദേ എന്താണ് എന്റെ കുഞ്ഞ് പിഴച്ചുപോയി, എന്റെ മകൻ അന്യമതത്തിൽപ്പെട്ടവനോടൊപ്പം ഒളിച്ചോടിപ്പോയി, എന്റെ മകള് പോയി, എന്റെ കുടുംബം അങ്ങനെയായി പോയിട്ടുണ്ട്, എന്റെ മകൻ പറഞ്ഞാൽ കേൾക്കാത്ത വ്യക്തിയായി മാറി. മലപ്പുറം ജില്ലയിൽ ഈ അടുത്തൊരു സ്ഥലത്ത് വാളിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഉമ്മ വാളിന് ശേഷം വന്നിട്ട് നൽകിയ കത്തിൽ സുബ്ഹാനല്ലാഹ് അടയാളപ്പെടുത്തിയിരിക്കുന്നു, എഴുതി വെച്ചിരിക്കുന്നു, എന്റെ മകൻ 25 വയസ്സുള്ള മകൻ ഡൽഹിയിലേക്ക് പഠിക്കാൻ വേണ്ടി വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ഇപ്പൊ നിരീശ്വരവാദിയായി നാട്ടിലെത്തിയിട്ടുണ്ട്. 25 വയസ്സേ ഉള്ളൂ. മദ്രസയിലൊക്കെ പഠിച്ച മകനാണ്.
അള്ളാഹു ഉണ്ടെന്നും റസൂലുണ്ടെന്നും പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന വിഷയങ്ങളെയൊക്കെ വ്യക്തമായി പഠിച്ചതാകുന്ന ഒരു മകൻ, 10ാം ക്ലാസ്സിൽ വരെ മദ്രസയിൽ പഠിച്ച് പാസ്സായ ഒരു മകൻ, ശേഷം വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ഭൗതികതയുടേതാകുന്ന തലം തേടിക്കൊണ്ട് പോയ ഒരു വ്യക്തി, ഉമ്മ വേദനയോടുകൂടി പറയുന്നു, ഉസ്താദേ എന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം. ആരായി മാറി? നിരീക്ഷരവാദിയായി മാറി. അല്ല ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൻ മാറി. അല്ല ഇല്ല എന്നാണ് പറയുന്നത്. വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കുന്ന ഉമ്മയുമായി വഴക്കിടുകയാണ്. എന്താണ് അവസ്ഥ? വാപ്പ ഗൾഫിലാണ്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ആ മകനെ അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹിദായത്ത് സിദ്ധിച്ച ഒരു മനുഷ്യൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന ചെറിയ പ്രകാശമാണിത്. എപ്പോ വേണമെങ്കിലും അണയാം, ഏത് സെക്കൻഡിൽ വേണമെങ്കിലും അണയാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടതാകുന്ന സഹാബി വര്യന്മാർ, ആദരവായ പ്രവാചകന് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ, മുഅ്മിനീങ്ങളുടെ മാതാവേ, ആദരവായ പ്രവാചകന് പ്രിയപ്പെട്ടതാകുന്ന പ്രിയതമേ, ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസാൻ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ആദരവായ പ്രവാചകർ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുള്ളത് എന്താണ്? ഫഖാലത്ത്, ഉടനെ മഹദി അവர்கள் പറയുകയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന മിൻ അക്സരി ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യൽ, ഇദാ കാന ഇൻദി, എൻ്റെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ദുആ ചെയ്യാറുള്ള പ്രാർത്ഥന മറ്റൊന്നുമല്ല, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക യാ അല്ലാഹ്. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്നതായ നാഥ, മനുഷ്യന്റെ ഹൃദയങ്ങളെ തിരിച്ചു കളയാൻ കൽപ്പുള്ള എബിലിറ്റിയുള്ള പടച്ച റബ്ബേ, എന്റെ ഹൃദയത്തെ ഈമാനിൽ അടിയുറച്ച് നിർത്തണേ അല്ലാ, ദീനിൽ അടിയുറച്ച് നിർത്തണേ അല്ലാ. ആദരവായ പ്രവാചകന്റെ ദുആ ഏറ്റവും കൂടുതൽ ഇതായിരുന്നു എന്ന് ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ടതായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ചിന്തിക്കൻ സഹോദരങ്ങളെ, ആരാ ദുആ ചെയ്യുന്നത്? മുഹമ്മദ് മുസ്തഫ. എന്താ ദുആ ചെയ്തത്? അല്ലാഹു എന്റെ ഹിദായത്തിനെ നിലനിർത്തണേ എന്ന്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥ, ആത്മീയമാകുന്ന പ്രകാശം എന്നിൽ നൽകിയിട്ട് അതൊരിക്കലും നീ ഊരിക്കളയരുത്, അണച്ചു കളയരുത്. സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ചു നിർത്ത്. അലാ ദീനിക്, നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്ത്. ഏറ്റവും കൂടുതൽ നബിതങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ ദുആ ചെയ്യാറുള്ളത് ഈ ദുആ ആയിരുന്നു എന്ന് നബിയുടെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. നമുക്കോ അതിനെക്കുറിച്ച് യാതൊരു ഭയപ്പാടുമില്ല. ഈമാനെ കുറിച്ച് ഒരു ഭയപ്പാടുമില്ല. ഈമാൻ കളഞ്ഞു കുളിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. കല്ലുകുടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ കണ്ടും സീരിയലുകൾ കണ്ടും ഏത് സിനിമകൾ ഇറങ്ങിയാലും അതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി ജമാഅത്തായി കാണാനുള്ള കാഴ്ചപ്പാടുമായി ഇന്നത്തേതാകുന്ന രക്ഷിതാക്കൾ മാറിയില്ലേ? പരിശുദ്ധമായ റമദാനിൽ നേടിയെടുത്തതാകുന്ന ആത്മീയമാകുന്ന ചൈതന്യം റമദാൻ 27 കഴിഞ്ഞ് 28ന്റെ സുബഹിക്ക് പോലും അസ്തമിക്കുന്ന സമയത്ത് പോലും ഇബാദത്തുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന തലമുറയായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? 27 കഴിഞ്ഞ് സുബഹിയുടേതാകുന്ന അവസ്ഥയിലേക്ക് എത്തിയതുള്ളൂ. നേരം പ്രഭാതത്തിലേക്ക് പൊട്ടിവിണർന്നതേയുള്ളൂ. അന്നത്തെ സുബഹിക്ക് ജമാഅത്തിനൊരുത്തനുമില്ല. രാവിലെ എഴുന്നേറ്റ് അവൻ ഉടനെ തന്നെ ബുക്ക് ചെയ്യാണ് തിയേറ്ററിൽ. അപ്സര തിയേറ്ററിൽ പോയി അപ്സരസുകളെ കാണാൻ വേണ്ടി അവൻ ഇതാ ബുക്ക് ചെയ്യുന്നു. തന്റെ കുടുംബത്തോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കാൻ പോകുന്നതിന് പകരം ജമാഅത്തായി സിനിമ കാണുന്ന യുഗം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ജമാഅത്തായിട്ടാണ് അതിന് പോവുക. ബാപ്പായും ഉണ്ട്, ഉമ്മായും ഉണ്ട്, മക്കളും കുടുംബങ്ങളും. വേണമെങ്കിൽ ഉസ്താദിനും കൂടെ ടിക്കറ്റ് എടുത്ത് തരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വരികയാണെങ്കിൽ അതാണ് ഇന്നത്തെ ലോകം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതിനൊന്നും ഒരു നാണമില്ല, ഒരു മറയില്ല. ഒരുമിച്ച് പോവാൻ ഈ പോയി കാണുന്നതോ ഈ കാണുന്ന പ്രവർത്തിക്കുന്നത് എന്താണ്?
ഇപ്പൊ നബിദിനത്തിന് പാട്ട് പാടാൻ വേണ്ടി പറയുമ്പോ പാട്ട് പാടുന്നത് മൂക്കാവാലയ്യ, ഇതാണ് ഇപ്പോഴുള്ള പാട്ട്. എല്ലാ പിള്ളേരും ഇത് പഠിച്ചു വെച്ചിരിക്കുക. മൂക്കാവാലയ്യ എന്നും പറഞ്ഞുള്ള പാട്ടുകളാണ് ഇപ്പൊ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് വേണമെങ്കിൽ പാടാം എന്ന് പറഞ്ഞാൽ അതാണ് ഹിഫ്ള്. അല്ലാതെ മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് 2 വരി പാടാൻ ഇന്നത്തെ നവതലമുറയിൽ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ രീതിയിലേക്ക് ആത്മീയം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അല്ലേ? ശരിയല്ലേ? 2 വരി മുത്തുനബിയെ കുറിച്ച് ബൈത്ത് പാടുവോ? നമ്മളൊക്കെ എല്ലാവരും മാറ്റിവെച്ചു മങ്കൂസ് മൗലിദ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ പൊന്നാനി ദേശത്തുള്ളതാകുന്ന അഖിലുകാർക്ക് വലിയതാകുന്ന പ്ലേഗ് രോഗവും മാരകമാകുന്ന രോഗങ്ങളും കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതാകുന്ന ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചതാകുന്ന സുബ്ഹാന മൗലിദ് ചുരുക്കി എഴുതി മൻഖൂസ്, ചുരുക്കപ്പെട്ട മൗലിദ്. സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന 5-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാനായ ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു എഴുതിയതാകുന്ന മൗലിദ് ചുരുക്കി എഴുതിയതാണ് നമ്മുടെ കൈകളിലേക്ക് നൽകിയ. അക്കാലഘട്ടത്തിലെ പൊന്നാനി ദേശത്തുള്ള ആളുകളുടെ മാരകമാകുന്ന രോഗം മാറാൻ, പ്ലേഗ് രോഗം മാറാൻ ബഹുമാനപ്പെട്ടവർ അതിൽ നിന്ന് ഷോർട്ടാക്കി എഴുതി കൊടുത്തതാണ് ആ മൗലിദ്. ഓതാൻ പറഞ്ഞു, നാട്ടിലുള്ളവരുടെ വിപത്ത് മാറി. ഇതൊക്കെ ചരിത്രമാണ് സഹോദരങ്ങളെ. കേരള ചരിത്രം നമ്മൾ അറിയണം. നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ഒരു വിഷയങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത്. ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ തന്നെ നാം അടിയുറച്ചു നിൽക്കും. ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ട്. കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യ ചരിത്രങ്ങൾ വ്യക്തമായി നമ്മൾ പഠിക്കുന്നില്ല. അങ്ങനെ പഠിച്ചാൽ നമ്മൾ മുത്തുനബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇന്ന് നമ്മുടെ ഇന്ത്യയെ ഏറ്റവും സമുന്നതമാകുന്ന തലത്തിലേക്ക് എടുത്തുയർത്തിയ വിഷയമാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തുണ്ടായ വലിയ പ്രതിഭാസം ചന്ദ്രയാൻ 3, ചന്ദ്രയാൻ 3. അറിയണം നമ്മൾ. എന്നാൽ ആ ചന്ദ്രനെ 2 പിളർപ്പാക്കി ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേതാകുന്ന മുശ്രിക്കീങ്ങൾക്ക് അടക്കമുള്ളതാകുന്ന ജനവിഭാഗങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമായി 2 പിളർപ്പാക്കി കാണിച്ചത് ചരിത്രത്തിലുണ്ട്. അറിയണം നമ്മൾ. കേരള ചരിത്രത്തിലുണ്ട്. നമ്മുടെ തലമുറകൾ അറിയാതെ പോയി. എത്രയോ ലൈബ്രറിയിൽ വാങ്ങിക്കിട്ടുന്നതാകുന്ന വലിയ പുസ്തകങ്ങൾ റിക്കാർഡിക്കൽ തന്നെ വ്യക്തമായി തന്നെ ആ വിഷയങ്ങൾ രേഖപ്പെടുത്തി കിടക്കുന്നു. എന്നിട്ടും ചരിത്രം ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. അറിയണം നമ്മൾ. ഇന്ന അഹ്ല മക്കത്ത സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുരിയഹും ആയ, ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒന്നടങ്കം അബൂജഹലടക്കം പറഞ്ഞപ്പോ പരിശുദ്ധ പ്രവാചകൻ മിനയുടെ താഴ്വാരത്തേക്ക് ആ ശത്രുപക്ഷത്തെ മുഴുവനും കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രവാചകൻ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ചന്ദ്രന് നേരെ തന്റെ വിരൽ ചൂണ്ടി കാണിച്ചിട്ട് ഒരു വരയ്ക്കുകയാണ്. ഒരു വര വരച്ചു. സുബ്ഹാനല്ലാഹ്, ചന്ദ്രൻ 2 പിളർപ്പായി മാറി. ഹദീസിലുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കുന്നാ ബിമിനൻ, ഞങ്ങൾ മിനയുടെ താഴ്വാരത്ത് എത്തി നിൽക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ട് ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന ചന്ദ്രന് നേരെ തന്റെ മുസബ്ബിഹ വിരൽ ഉയർത്തിയിട്ട് നടുവിൽ ഒരു വര വരച്ചപ്പോ 2 കഷ്ണങ്ങളായി ഫൻഫലഖൽ ഖമറു ഫലഖതൈൻ, ഫലഖത്തും മിൻ ദൂനിൽ ജബൽ വഫലഖത്തും മിൻ ഖൽഫിൽ ജബൽ. അതിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജബൽ അബൂ ഖുബൈസ് മലയുടെ മുന്നിൽ വന്ന് നിന്നു. അതിന്റെ ഒരു ഭാഗം പർവ്വതത്തിന്റെ മറുഭാഗത്ത് വന്ന് ഇറങ്ങി നിന്നു. മക്കയിലേക്ക് അതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. 2 പിളർപ്പായെന്ന് മാത്രമല്ല, അതിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്ന് പർവ്വതത്തിന്റെ മുന്നിലും ഒന്ന് പർവ്വതത്തിന്റെ പുറകിലും. ആളുകൾ ഇങ്ങനെ കണ്ട് അസ്തമിച്ചു നിൽക്കാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇശ്ഹദ് യാ അബൂബക്കർ ഫശ്ഹദൂ യാ അയ്യുഹൽ മുസ്ലിമൂൻ فاشهدوا يا أيها الناس. ഈ വലിയ ദൃഷ്ടാന്തങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ജനങ്ങളെ, മനുഷ്യകുലമേ, മാനവകുലമേ, അല്ലയോ മുഅ്മിനീങ്ങളെ, അബൂബക്കറേ, നിങ്ങൾ സാക്ഷിയാകണേ, സാക്ഷിയാകണേ. അത്ഭുതം കണ്ടതാകുന്ന സ്വഹാബത്ത് ഫകബ്ബറന്നാസു കുല്ലുഹും, എല്ലാ സ്വഹാബത്തും തക്ബീർ ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും തക്ബീർ ചൊല്ലി. കാരണം ഇതൊരു സാധാ ദൃഷ്ടാന്തമല്ല. ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ 2 പിളർപ്പാക്കി കാണിക്കുകയാണ്.
ആരാ ആവശ്യപ്പെട്ടത്? മക്കയിലെ മുശ്രിക്കീങ്ങൾ, അബൂജഹൽ അടക്കമുള്ളവരാണ് ആവശ്യപ്പെട്ടത്. മുഹമ്മദെ, ഒരു ദൃഷ്ടാന്തം കാണിക്കുക, ഞങ്ങൾ വിശ്വസിക്കാം. ഒരു മുഅ്ജിസത്ത്, അമാനുഷികമായ കഴിവ് നീ കാണിക്കുക. അങ്ങനെയാണ് ഇത് പിളർത്തിയത്. ഭൂമിയിലേക്ക് ഇറക്കി കാണിച്ചു കൊടുത്തു, തൊട്ടു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു. എന്നിട്ട് വിശ്വസിച്ചോ? എല്ലാവരും അവിശ്വസിച്ചു. മോമിനീങ്ങളായ ആളുകളുണ്ട്, അവരൊക്കെ അവിശ്വാസികളാകുന്ന അബൂജഹൽ അടക്കമുള്ളത് പറഞ്ഞു, ഇന്ന ഹാദാ സാഹിറുൻ സിഹ്റുൻ കദ്ദാബുൻ, ഇത് മുഹമ്മദ് വലിയതാകുന്ന കളവ് പ്രവർത്തിച്ചതാണ്. സഹറക്കും ബിഹി അബൂ കബിഷ, ആട്ടിടയനാകുന്ന മുഹമ്മദ് നമ്മളെ കളവാക്കിയിരിക്കുന്നു, ജാലവിദ്യ കാണിച്ചതാണ്. എല്ലാരും അവിശ്വസിച്ചോളീൻ, എല്ലാരും അവിശ്വസിക്കൽ. അബൂജഹലിന്റെ വാക്ക് കേട്ട് എല്ലാവരും അങ്ങനെ കൂടി. അപ്പൊ ചിലര് പറഞ്ഞു, എന്നാലും അത് ചെറിയ കാഴ്ചയല്ലല്ലോ, ഇതിപ്പോ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിങ്ങനെ രണ്ട് കഷ്ണാക്കി പിളർത്തിയിട്ട് ഭൂമിയിലേക്ക് ഇളർത്തിയതല്ലേ. നമുക്കൊരു പണി ചെയ്യാം, ഇവിടെ ഇല്ലാത്തതാകുന്ന, നാട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുന്നതാകുന്ന ആളുകൾ, ഷാമിലേക്കൊക്കെ പോയിരിക്കുന്ന ജനങ്ങൾ തിരിച്ചു വന്നാൽ അവരോട് നമുക്ക് ചോദിക്കാം, ഇത് സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കാം. കാരണം നമ്മുടെ കൺമുന്നിൽ ജാലവിദ്യ കാണിക്കാം, ഓക്കെയാണ്, മാരണം കാണിച്ച് നമുക്ക് ജാലവിദ്യ കാണിച്ച് നമ്മളെ മജീഷ്യന്മാരങ്ങനെ കാണിക്കലുണ്ടല്ലോ. ഇവിടെ ഇല്ലാത്ത ആളുകളും എന്തായാലും എന്തിനെ കണ്ടിട്ടുണ്ട്? ചന്ദ്രനെ കാണും. രാത്രിയിൽ ഇതല്ലേ ഉള്ളൂ പ്രകാശം തരുന്നത്, വിശാലമായ പ്രകാശം നൽകുന്ന ഇതല്ലേ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാകുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. 3,84,803 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഈ ചന്ദ്രനെ ഭൂമിയിലേക്ക് ഇറക്കിയതാകുന്ന മുഹമ്മദ് സത്യമാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നതാകുന്ന കച്ചവടക്കാർ തിരിച്ചു വന്നാൽ നമുക്ക് അവരോട് ചോദിക്കാം. فإذا رأوا ما رأيتم فقد صدق محمد وإن لم يروا ما رأيتم فهو كذاب ساحر. നിങ്ങൾ കണ്ടത് സത്യമാണ് എങ്കിൽ, അത് തന്നെയാണ് അവരും കണ്ടത് എങ്കിൽ, തീർച്ചയായും മുഹമ്മദ് പറയുന്നത് സത്യമാണ്. അതല്ല നിങ്ങൾ കണ്ടത് അവരാരും കണ്ടിട്ടില്ല, ഇവിടുന്ന് പോയതാകുന്ന കച്ചവട സംഘമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ കൺവെട്ട് കാണിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരി, അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു. അല്പനേരം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, ഓരോ കച്ചവട സംഘം വന്നു, അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിരുന്നോ? അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ എല്ലാവരും കണ്ടു, എല്ലാവരും കണ്ടതാണ്. അത്ഭുതം കൂറുകയാണ് അപ്പോഴും ആളുകൾ. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞു, സഹറക്കും ബിഹി അബൂ കബിഷ, അബ്ദുള്ളയുടെ മകൻ, ആട്ടിടയനായിരുന്ന അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നിങ്ങളെ കളവാക്കിയതാണ്, അവൻ ചെയ്ത ജാലവിദ്യയാണത്, അവിശ്വസിക്കൻ. എല്ലാവരും ആ വിഷയം കണ്ടിട്ടും അവിശ്വസിച്ചു. ചില ആളുകൾ അങ്ങനെയാണല്ലോ, എന്ത് വിഷയവും പറഞ്ഞുകൊണ്ട് നമ്മൾ തെളിവോതിയാലും ഏത് ഹൈറായ കാര്യത്തിനും പറഞ്ഞു കൊടുത്താലും ചിലരുടെ കാതിലേക്ക് അങ്ങോട്ട് കേൾക്കൂല. അവർ ആ ഖുർആനായത്തും ആ ഹദീസൊക്കെ തള്ളിക്കളയും. എന്നതുപോലെ അവിശ്വാസികളാകുന്ന ആളുകൾ ആ വിഷയത്തിൽ പരിപൂർണമായി അവിശ്വാസം പുൽകി. ഖതമല്ലാഹു അലാ ഖൽബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗശാവ വലഹും അദാബുൻ അലീം. അവരുടെ ഹൃദയത്തിലും അവരുടേതാകുന്ന കണ്ണിലും അവരുടെ കാതിലും അള്ളാഹു സീല് വച്ചിരിക്കുന്നു. ആത്മീയമാകുന്ന ഒരു കാര്യങ്ങൾ കേട്ടാലും, ഒരു കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലും, ഒരു കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ കൊണ്ട് അവർ പരിപൂർണമായി ഈമാൻ പുൽകുകയില്ല, പരിപൂർണമായി അവിശ്വസിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം അവർക്ക് ഹക്ക് കേൾക്കാത്ത വിധത്തിൽ, അത് കാണാത്ത വിധത്തിൽ, അത് ഹൃദയത്തിൽ സ്പാർക്ക് ആകാത്ത വിധത്തിൽ അള്ളാഹു സീൽ ചെയ്തിരിക്കുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ അവിശ്വസിച്ചു. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? ഇങ്ങനെ ചന്ദ്രനെ പിളർത്തിയ സംഭവം, ഈ സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു രാജാവും കണ്ടു. ചേരമാൻ പെരുമാൾ, കൊടുങ്ങല്ലൂര് ദേശക്കാരൻ, കൊടുങ്ങല്ലൂരുള്ള പെരുമാള് 4 ഘട്ടങ്ങളിലായി 58 പ്രാവശ്യമാണ് ചേരമാൻ പെരുമാക്കൾ കൊടുങ്ങല്ലൂര് ദേശം ഭരിച്ചിരുന്നത്. കേരളം ഒട്ടാകെ പല ഭാഗങ്ങളിലും അവരുടെ ഭരണമുണ്ടായിട്ടുണ്ട്. അതിൽ 3-ാം ഘട്ടം അവസാന ഭാഗത്തിലാണ്. ശംഖുവർമ്മൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. ചേരമാൻ പെരുമാളിന്റെ ചെങ്കൽ പെരുമാൾ എന്നാണ് അദ്ദേഹത്തെ വിളിപ്പേരുള്ളത്, ശംഖുവർമ്മൻ. അദ്ദേഹം ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം സദസ്യരെ ഒരുമിച്ച് കൂട്ടിയ ജ്യോത്സ്യന്മാരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനൊരു കാഴ്ച കണ്ടു? ചന്ദ്രനെ പിളർത്തിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഇന്നലത്തെ രാത്രിയിൽ, എന്താണ് സംഭവം? അങ്ങനെ അദ്ദേഹത്തിൻ്റെതാകുന്ന
ജ്യോത്സ്യ ആളുകൾ അവർ കണക്കിട്ട് നോക്കുകയും വേദപുസ്തകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ഇത് അറേബ്യയിൽ യുവാവാകുന്ന ഒരു വ്യക്തി, ദിവ്യബോധമുള്ളതാകുന്ന ഒരു വ്യക്തി, ദിവ്യത്വം കൽപ്പിക്കുന്നതാകുന്ന ഒരു വ്യക്തി, അദ്ദേഹം കടന്നു വരികയും ഇതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി കാഴ്ചപ്പാട് നൽകുകയും ജനങ്ങളെ അദ്ദേഹത്തിൻ്റെതാകുന്ന ദീനിലേക്ക്, ആശയത്തിലേക്ക് ക്ഷണിക്കാനുള്ളതാകുന്ന അമാനുഷികമായ കഴിവ് കാണിച്ചതിൻ്റെയും കാരണത്താലാണ് ഇങ്ങനെ ചന്ദ്രനെ പിളർത്തിയത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് നല്ലതുപോലെ പഠനം നടത്തിയതിന് ശേഷം തൻ്റെ അധികാരം മുഴുവനും ഒഴിവാക്കി നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ മക്കയിലേക്ക് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈക്ക് പിടിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലി. സഹോദരങ്ങളെ, ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചു, സ്വഹാബിയായി മാറി. ശംഖുവർമ്മൻ എന്ന് പേരുള്ളതാകുന്ന അദ്ദേഹം, ചെങ്കൽ പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിത്വം, അദ്ദേഹം പേര് മാറ്റി താജുദ്ദീൻ റളിയല്ലാഹു എന്ന നാമം അദ്ദേഹത്തിന് കിട്ടി. താജുദ്ദീൻ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടു. അദ്ദേഹം തിരിച്ചു വരുന്നു. സൗദിയിൽ നിന്ന് തിരിച്ചു വരവേ ഒമാനിലെ സലാല എന്ന് പറയുന്ന ദേശത്തുള്ള ഷഹർമുല്ല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ രോഗാസ്ത്രനായി, അസുഖബാധിതനായി. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അൽഹംദുലില്ലാഹ് പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെതാകുന്ന ഖബർ സന്ദർശിക്കാൻ ഈ വിനീതന് സാധ്യമായിട്ടുണ്ട്. ഈ അടുത്തും ഒമാൻ സന്ദർശനം നടത്തിയപ്പോഴും അവിടെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരും, നമുക്കൊക്കെ അവിടെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഇത് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ വരെ, ഈ ചന്ദ്രനെ പുലർത്തിയും ഈ വിഷയങ്ങളുമൊക്കെ. എന്നിട്ടും എന്തുകൊണ്ട് ചന്ദ്രയാൻ 3 കുറിച്ച്, അതിന്റെ പേടകത്തെക്കുറിച്ച് അത് വലിയ അഭിമാനമായി ഉയർത്തപ്പെടുത്തുന്നാകുന്ന ഘട്ടത്തിൽ പോലും ഇതൊന്നും എന്തുകൊണ്ട് ഈ തലമുറ ചർച്ച ചെയ്യുന്നില്ല? ഇന്നത്തെ തലമുറ നബിദിനം വരുമ്പോഴും ഇതൊന്നും ചർച്ച ചെയ്യാനും കൂട്ടാക്കുന്നുമില്ല. ഇനി അതുമല്ല, അതിനപ്പുറം ചന്ദ്രയാനിലേക്ക് ആദ്യമായിട്ടല്ല പേടകത്തെ അയക്കുന്നത്. 3 രാജ്യങ്ങൾ ഇതിനു മുമ്പ് അവിടെ എത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് റഷ്യയാണ്, മൂന്നാമത്തത് ചൈനയാണ്. 957 മുതൽക്ക് തുടങ്ങിയതാണ് ചന്ദ്രനിലേക്കുള്ള പ്രയാണം. അവിടേക്ക് ആദ്യമായി പേടകം അയക്കുന്നത് സോവിയറ്റ് യൂണിയനാണ് 57-ൽ. 61-ന് ശേഷം പിന്നീട് ആണിനെ അയച്ചു. അതിനുശേഷം പിന്നീട് സ്ത്രീകളെ അയച്ചു. വാലന്റീന തെരസ്കോവ എന്ന പേരുള്ളതാകുന്ന ഒരു പെണ്ണിനെ 63-ൽ സോവിയറ്റ് യൂണിയൻ അയച്ചു, റഷ്യ അയച്ചു. ഇപ്പൊ അവസാനം ചന്ദ്രയാൻ 3 അവിടെ എത്തിയത് വലിയ സംഭവമായി ഇന്ത്യ എടുത്തുയർത്തുകയും അതിന്റെ അഭിമാനം ഏറ്റവും കൂടുതൽ ഉയർത്താനുള്ള കാരണവും മുമ്പ് 957-ലും 61-ലും 63-ലും 71-ലും ഒക്കെ അവിടേക്ക് പേടകങ്ങളും മനുഷ്യന്റെ സഞ്ചാരവും ഒക്കെ നടത്തിയിട്ടുള്ള ഇതേ റഷ്യ തന്നെ അവരുടെ പേടകത്തെ അയച്ച് ചന്ദ്രനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തകർന്ന തരിപ്പണമായി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ നയിച്ചതാകുന്ന ചന്ദ്രയാൻ 3 അവിടെ കാലുകുത്തുന്നത്. അതും ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഒരു പേടകം ഇറങ്ങുന്നത് ഇപ്പോഴാണ്. ഇതിനു മുമ്പ് പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ ഇതിനപ്പുറം വായിക്കേണ്ട വസ്തുത, 969 ജൂലൈ 3-ാം തീയതി അവിടെ മനുഷ്യൻ കാലുകുത്തിയതായിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത്. അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? നീലാസ്ട്രോങ്ങിനെ കുറിച്ച് പഠിച്ചില്ലേ? എവിടെ കാലുകുത്തി? ചന്ദ്രനിൽ കാലുകുത്തി. അത് ആരയച്ച വ്യക്തിയാണ്? അമേരിക്ക അയച്ച വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക അയച്ചിട്ടുള്ളതാകുന്ന നീലാസ്ട്രോങ്ങിന്റെ ആ ചിത്രം ഇന്ന് നമ്മുടെ മനസ്സിൽ തലയുന്നുണ്ടാവും. ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു കുട്ടിയെ പോലെ തലയിൽ ഒരു ഹെൽമെറ്റ് ഒക്കെ കമിഴ്ത്തിയിട്ട് ഏതോ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടെടുത്ത ചിത്രമാണെന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും നിരീക്ഷണം നടത്തുന്നത്. കാരണം എന്തുകൊണ്ട്? അവർ പറയുന്ന വാദം 969-ൽ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ പോയി കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെന്തിന് 2023-ൽ ഒരു പേടകം പോയി അവിടെ ഇറങ്ങിയതിന്റെ പേരിൽ ഇത്ര അഭിമാനിക്കാൻ എന്തിരിക്കുന്നു? എടോ, മനുഷ്യനല്ലേ ആദ്യം അവിടെ കാലുകുത്തിയത്. 69-ൽ മനുഷ്യൻ കുത്തിയെങ്കിൽ പിന്നൊരു പേടകം പോയി ഇറങ്ങിയതിൽ എന്താണ് ഇത്ര അഭിമാനം? അപ്പൊ 69-ൽ യഥാർത്ഥത്തിൽ ഒരു അവിടെ പേടകം പോയി മനുഷ്യൻ പോയി കാലുകുത്തിയിട്ടില്ല എന്ന് നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് യഥാർത്ഥത്തിൽ 69-ൽ അവിടെ മനുഷ്യൻ പോയി കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ കേവലം 53 വർഷങ്ങൾ കഴിഞ്ഞു ഇങ്ങോട്ട് 2023-ലേക്ക് 54 വർഷത്തോളം എത്തി. ഈ 54 വർഷങ്ങളായിട്ട് പിന്നീട് എന്തുകൊണ്ട് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനോ എന്തുകൊണ്ട് അവിടേക്ക് പോയിട്ടില്ല? ചോദ്യം നമ്പർ 1.